ഹായ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഷെയ്ഖ ദി ഹോം ഷെഫ്. ഇൻഷാല്ലാ ഞാനിന്ന് നല്ലൊരു ചിക്കൻ കറി, അതായത് ചിക്കൻ ചാപ്സ് എൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഗ്രേവി എന്നുള്ള കറിയല്ല. ഇതിപ്പം നമ്മുടെ ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്നും പറഞ്ഞിട്ട് കുക്കിംഗ് സ്റ്റാർട്ടിങ് അറിഞ്ഞുകൂടാതെ ചെയ്യാമെന്ന് ആഗ്രഹിച്ച് ചെയ്യുന്നവർക്ക് വേണ്ടി മനസ്സിലാകുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണിത്. പക്ഷേ അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ട് അതിനാവശ്യമുള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം അല്പം ഉലുവയും, അതായത് ബാക്കി സ്പൈസസ് ചേർത്തിട്ട് അതും ചേർത്ത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. അപ്പോൾ അതിന് ശേഷമാണ് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ശരിക്കും ഗോൾഡൻ ബ്രൗൺ ആവണവരെ വെയിറ്റ് ചെയ്യണ്ട. നന്നായിട്ടൊന്ന് അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് അതൊന്ന് ഇതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി, മുളക് പൊടിയുടെ പച്ച സ്മെല്ലെല്ലാം മാറിയതിന് ശേഷം മുളക് പൊടി നന്നായിട്ട് ഒരു ബ്രൗൺ കളറായി വരുന്ന സമയത്ത് തീയെല്ലാം ശരിക്കും ലോ ഫ്ലെയിമിൽ ഇട്ടേക്കണം. പിന്നെ അതിലേക്ക് തക്കാളി 2 തക്കാളി ചെറുതായി അരിഞ്ഞത് ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് സവാള ചേർക്കുന്നത്. അത് തക്കാളി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടത് നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടിയൊന്നും പെട്ടെന്ന് കറുത്ത് കരിഞ്ഞു പോകാതിരിക്കാനാണ്. അപ്പോൾ ഇതിൻ്റെ ആ തക്കാളിയുടെ വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് തക്കാളി നമ്മുടെ മുളക് പൊടികൾക്കൊക്കെ കുറച്ചൊരു സോഫ്റ്റ്നെസ്സും പിന്നെ കരിഞ്ഞു പോകാത്ത ഒരു അവസ്ഥ വരും, കരിഞ്ഞു പോവില്ല. അതിനുശേഷം നമ്മൾ ആവശ്യമുള്ള സവാള ഇട്ട് എല്ലാം നന്നായിട്ട് വഴറ്റി കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കണം. ഞാൻ പച്ചമുളക് സ്റ്റാർട്ടിങ്ങിൽ ഇട്ടപ്പോൾ ശരിക്കും എണ്ണയിൽ നിന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ ആരെങ്കിലും ഈ പച്ചമുളകൊക്കെ ഇടുന്ന ടൈമിൽ നമ്മൾ തക്കാളി ഇട്ടതിന് ശേഷമേ ഇടാവൂ. ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പച്ചമുളക് ഇട്ടപ്പോൾ അത് എണ്ണയിൽ കിടന്ന് പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു. അത് അടുത്ത് നിൽക്കുന്ന കണ്ണിലോ ഒക്കെ തെറിക്കും. അതിൻ്റെ അരിയൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ അത് വലിയ ഡേഞ്ചറാണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ഇഞ്ചി, വെളുത്തുള്ളി ഇട്ടപ്പോൾ പച്ചമുളക് കൂടെ ആദ്യമേ ഓർക്കാതെ അങ്ങ് ഇട്ട് പോയതാണ്. അപ്പോൾ ഇനി അത് ശ്രദ്ധിക്കണം. ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ പച്ചമുളക് എണ്ണയിലിടരുത്. അപ്പോൾ അതിന് ശേഷം ഞാൻ എല്ലാം നന്നായിട്ട് വഴറ്റി മസാലയെല്ലാം വഴറ്റിയതിന് ശേഷം ഒരു 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഹൈ ഫ്ലെയിം ആവുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അതിൻ്റെ അവസ്ഥയൊക്കെ നോക്കി മുടിയൊക്കെ നോക്കി ഒന്ന് ഇളക്കിയെല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ചിക്കൻ അതിലേക്ക് ചിക്കൻ നന്നായിട്ട് കഴുകിയിട്ട് അതിൽ മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, അതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, മല്ലിയില എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒരുപാട് വീഡിയോ ലാഗായി പോകണ്ടെന്ന് വിചാരിച്ച് കാണിക്കാത്തതാണ്, എല്ലാവരും ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്ന് പെട്ടെന്നൊന്ന് ഷോർട്ട്സായി ചെറുതായിട്ട് ചെറിയ രീതിയിൽ സമയം കുറച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും കാണാനൊരു താല്പര്യം ഉണ്ടാകും. നമ്മൾ ടൈം ചെയ്യുമ്പോൾ ലാഗ് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ആണ് അങ്ങനെ ചെയ്തത്. പിന്നെ അതിനുശേഷം നല്ല തിളച്ച വെള്ളം, അതായത് ഈ ചിക്കൻ വെന്ത് കിട്ടാൻ വേണ്ടി മാത്രമുള്ള വെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതെല്ലാം കൂടെ മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് അടച്ചു വെച്ച് വേവിക്കണം. അതിനുശേഷം നമുക്ക് അടപ്പ് തുറന്ന് നല്ല അടിപൊളി നല്ല ചിക്കൻ ചാപ്സ് റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക്